ഹലോ മച്ചാമാരെ, നമ്മളിതാ ഇപ്പൊ കറക്റ്റ് പറഞ്ഞ ഗോവയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, മൊത്തമായിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാന്നുള്ള ഒരു ഫുൾ വൈബിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുക. എൻ്റെ ഒരു ഏകദേശം ഒരു ഡ്രീം മൊമെൻ്റ് ഒരു ഗോവ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, ഗോവയിലെ എല്ലാ ബീച്ച് സൈഡും എല്ലാം തന്നെ എക്സ്പ്ലോർ ചെയ്ത് അതൊന്ന് ആ ഒരു ഫീലും വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ കാലം കാത്തിരിക്കുക. അങ്ങനെ അവസാനം ആ ആഗ്രഹം സാക്ഷാലായിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഗോവേൻ്റെ ഫുൾ കറങ്ങി കളിക്കാനാണ് നമ്മൾ പോകുന്നത്. ഗോവ മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി എല്ലാ കാഴ്ചയും നിങ്ങൾ ഷെയർ ചെയ്യും. അപ്പോൾ നമുക്കെന്നാ വീട്ടിലോട്ടേക്ക് കിടക്കാം. അങ്ങനെ കുറേ കാലത്തേക്കുള്ള ഒരു ആഗ്രഹം ഗോവയിലേക്ക് ഒന്ന് പോകണം എന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം ഇന്നത്തോടെ സാക്ഷാലായി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ ഇവിടുന്ന് ട്രെയിൻ കയറും. നമ്മളെ ചങ്ങായിമാരെല്ലാം കൂടെ ഉണ്ട്, എല്ലാവരും വെയിറ്റിംഗ് തന്നെ. ആ ഫസ്റ്റ് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ രാവിലെ നല്ല ക്ഷീണമൊക്കെ ഉണ്ട്. എന്തായാലും പൊളിക്കാൻ തന്നെ പോകണം. നമ്മളിനി ഇവിടുത്തെ എല്ലാ കാഴ്ചകളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ നടക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കാറിലെത്തിയിട്ടുണ്ട്. സോ നമ്മളിവിടെ 2 ഇൻഫ്ലുവൻസേഴ്സും കൂടി ഉണ്ട്. ചെന്നൈയിൽ നിന്ന് മീറ്റ് ചെയ്തതാണ്. സോ നമ്മളിനി നേരെ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആക്കിയിട്ട് വേണം ഗോവ മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ. കീ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് പോകാൻ പോവാം. ഓക്കെ, സോ പോവാം. ഇതാ നമ്മുടെ റിസോർട്ടിന് ഫുൾ വ്യൂ. അടുത്ത് സായിപ്പതാ നമ്മൾ ഇരുന്ന് പുകവലിക്കുന്നുണ്ട്. ആ സംഭവം തന്നെ കിളി തന്നെ. അപ്പോൾ ഇതാ നമ്മുടെ റൂം. അതിന് ആ റൂമിലേക്ക് പോവാം. എടാ ഇത് നമ്മളെ സീരിയസ് സാധനം ഫുള്ളും സെറ്റപ്പാട്ടാ. ഇനി ഇത് കണ്ട നമ്മളെ ബാൽക്കണി വ്യൂ. ഓക്കെ, ബാൽക്കണി വ്യൂവിൽ നോക്കിയാൽ എൻ്റെ എൻ്റെ ഏകദേശം ഞാൻ കുളിച്ച് ചെയ്ത സാധനം ഉണക്കാൻ വെച്ചതാണ്. തനി മലയാളി. അപ്പോൾ ഇത് നമ്മളെ വ്യൂ. അവിടെ സ്വിമ്മിംഗ് പൂള് പക്ക വ്യൂ തന്നെ. എങ്ങനെയുണ്ട് വൈബ് ആംബിയൻസ്? സെറ്റല്ലേ? നമ്മളാ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാ മെയിൻ ഐറ്റംസ്. ഗോവയിൽ വന്നിട്ട് കുറച്ച് വെറൈറ്റി ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ബൈ ഏ ക്യാ ഖാന ഹേ? ഖാന കന്യാ ആലു ആലു പൊറോട്ട ഏ വോ. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു. നമ്മൾ ചായ കുടിച്ച് കുഴപ്പമില്ലാത്ത ചായ, നല്ല ഡീസൻറ്റ് സാധനം. എന്തായാലും കേരളത്തിന് അത്ര ഒന്നും വരില്ല. ഓക്കെ, ട്രീറ്റ് കിട്ടിയ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ആലു പൊറോട്ട. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയി ട്രൈ ചെയ്തിട്ടുണ്ട് ഇത്. ഇനി ഇവിടെ എങ്ങനെയാണോ എന്നറിയില്ല. ഇത് പുലാവാന്ന് തോന്നുന്നു, വെജ് പുലാന്ന് തോന്നുന്നു. ഞാൻ പൊതുവേ ഇതിൻ്റെ ആളല്ല, കാരണം എന്താ അറിയില്ല, ഇതിനൊരു ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നോക്കാം എങ്ങനെയുണ്ട്. മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. മാർക്കറ്റിലോട്ടുള്ള ഹാറ്റിൻ്റെ പർച്ചേസിങ്ങിലാണ് നടക്കുന്നത്. ഓക്കെ, നമ്മൾ ഫ്രണ്ട്സ് അപ്പുറത്ത്. അങ്ങനെ നമ്മളെ ലുക്കിൽ ഓൾറെഡി ഫിറ്റ് ആയിട്ടുണ്ട്. കൗബോയ് ഹാറ്റ് വിൻറ്റേജ് ഫീലാണ്. സോ ലുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം. നമ്മളിങ്ങനെ ഏകദേശം അഗോഡ ഫോർട്ടിലേക്ക് എൻട്രൻസ് കയറിയിട്ടുണ്ട്. സോ നടന്നുകൊണ്ടിരിക്കുക. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം ബാക്കി നമുക്ക് അനുഭവം അറിയാൻ പറ്റും. സോ എന്തായാലും അഗോഡ ഫോർട്ട് ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ തന്നെ. സോ എന്തായാലും നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. എക്സാക്ട്ലി, ഗോവയിൽ എന്നാൽ എന്തായാലും ഫോർട്ട് മിസ് ചെയ്യാതിരിക്കുക. ഗൈസ്, ദിസ് ഈസ് ദ അഗോഡ ഫോർട്ടിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം മൊത്തം നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായാലും സ്പെൻഡ് ചെയ്യണം. ഇതിൻ്റെ കൂടുതലായിട്ട് അറിയേണ്ട ഡീപ്പായിട്ട് അറിയേണ്ട ഹിസ്റ്ററി സംഭവങ്ങളൊക്കെ ഉണ്ട്. ബട്ട് മെയിൻലി നമ്മളിവിടുത്തെ വൈബാക്കാൻ തന്നെ വന്നത്. വലിയ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് എന്ത് ഉണ്ടാക്കാനല്ലേ. നമ്മൾ അഗോഡ ഫോർട്ട് എന്തായാലും കാണാം. ഗൈസ്, ഇത് നമ്മൾ അഗോഡ ഫോർട്ടിൻ്റെ ടോപ്പ് വ്യൂ. ഈ കാണുന്ന തൊട്ടപ്പുറത്ത് ഫുൾ വെള്ളം. ഐ തിങ്ക് ഇന്ത്യൻ ഓഷൻ ആയിരിക്കുമല്ലോടാ, മേ ബി. ഇന്ത്യൻ ഓഷൻ. സോ ഇത് മൊത്തം വ്യൂ നിങ്ങൾ കണ്ട. ഏകദേശം നമ്മൾ ഏറ്റവും ക്ലൈമ്പിങ് ഹിൽ സ്പോട്ടാണ്. ഇവിടെ വന്നിട്ട് വരാം. നമ്മൾ താഴെ നിന്ന് കയറിയിട്ടാണ് വന്നേ. ആ വ്യൂ കണ്ടില്ലേ, ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഐ തിങ്ക് ഉച്ച സമയം ബെറ്റർ ആയിരിക്കില്ല, വൈകുന്നേരം വന്നാൽ പൊളിക്കും. അപ്പോൾ സംഭവം കണ്ടില്ലേ, ഏകദേശം ഉച്ചയ്ക്ക് നല്ലോണം കൈവളിക്കും. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഫോർട്ട് ഹിസ്റ്റോറിക്കൽ ട്രഡീഷൻസ് ഒക്കെ നോക്കാൻ വരാൻ പറ്റുന്നവർക്കൊരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ. ഈ അഗോഡ ഫോർട്ടിൽ ഒന്ന് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കാണുന്ന അന്തരീക്ഷമൊക്കെ തന്നെ കണ്ടാൽ എല്ലാവർക്കും ഒരു വൈബടിക്കേണ്ട ഫീലൊക്കെ കിട്ടും. എന്തായാലും ഗോവയിലെന്നാൽ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ വരാം. ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം. പോയവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻസിലൊക്കെ എന്തായാലും അറിയിക്കാം കേട്ടോ. ഓക്കെ, സോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനൊക്കെ കവർ ചെയ്യാം. ഗൈസ്, അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. സെഞ്ചൂര ബീച്ചിലൊക്കെ നമ്മൾ പോകുന്നത്. അത് ഉച്ചയ്ക്ക് നട്ടുച്ചയ്ക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നമ്മളെ ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഗോവയിൽ അത്രയധികം ആൾക്കാർ, പ്രത്യേകിച്ച് മലയാളികളും ഈ ടൈം വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ബീച്ചിൽ. അത് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. ഓക്കെ, സോ നമുക്കെന്നാൽ സെഞ്ചൂര ബീച്ചിൻ്റെ വിശേഷം കൂടി കാണാം. ഗൈസ്, ഇതാ നമ്മളെ അഗോഡ ബീച്ചിൻ്റെ ഏകദേശം കണക്ട് ചെയ്ത് വരുന്നൊരു ബീച്ച്. സെഞ്ചൂര ബീച്ച് എന്ന പേജിൻ്റെ പേര്. സംഭവം ഇതൊരു ഫോർട്ടും ബീച്ചുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഫോർട്ടിൻ്റെ ആംബിയൻസ് പ്ലസ് ബീച്ചിൻ്റെ ഒരു വ്യൂ അവരാണ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. താഴെ കണ്ട ബീച്ച്. എന്തായാലും നമ്മൾ കണ്ണൂരിലെ വയ്യാമ്പലം ബീച്ചിൻ്റെ അത്ര ഒന്നും വരില്ലെങ്കിലും ഒരു വൈബ് തന്നെ അല്ലേ ഫർസാനോ? സംഭവം എങ്ങനെയുണ്ട്? നൈസല്ലേ? ഓക്കെ. ഇത് നമ്മളോട് ഉണ്ടായ ചെന്നൈ ഇൻഫ്ലുവൻസേഴ്സ് ആട്ടോ ഇവർ കൂടി നമ്മളോട് ഉണ്ട്. സോ നമ്മൾ എല്ലാവരുമായിട്ട് പൊളിക്കാം. നമ്മളെ ഫ്രണ്ട്സൊക്കെ ബാക്കിലുണ്ട്. ഇതാ ഇവിടെയും ഉണ്ട് ഒരാൾ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇതാണ് നമ്മുടെ ഏകദേശം
സെങ്ക്യൂര, പേര് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. സെങ്ക്യൂര ബീച്ചിൻ്റെ വ്യൂ ഏകദേശം ലാസ്റ്റ് പോയിന്റിലാണ് നമ്മളുടെ. ഇത് ഏകദേശം വൈകുന്നേരമൊക്കെ വന്നാൽ എന്തായാലും ഉറപ്പായിട്ട് പൊളിക്കും. ഷോർ ഇതിന് താഴെ പോയാൽ അവസ്ഥ എന്താ ഞാൻ പറയണ്ടല്ലോ. അപ്പം ഇതതിൻ്റെ വ്യൂ എന്തായാലും ഏകദേശം പൊളി സംഭവം തന്നെയാണ്, കാണാൻ പറ്റുമല്ലോ. ഉച്ചക്ക് അതിൻ്റെ ബ്യൂട്ടി അറിയണമെങ്കിൽ വൈകുന്നേരം തന്നെ സൺസെറ്റ് വ്യൂവിൽ വന്നാൽ ഐ തിങ്ക് ഇവിടുന്ന് സൺ വെച്ചിട്ട് സെറ്റ് ചെയ്ത് നിൽക്കാൻ നല്ല ബ്യൂട്ടി ആയിട്ട് കാണാൻ പറ്റും. ആ ഒരു ആംബിയൻസും വൈബും പിള്ളേരൊക്കെ കൂട്ടിയാണ് സെറ്റ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്പോട്ട് കേട്ടോ. ഗൈസ് അങ്ങനെ തേർഡ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബീച്ച്. ബീച്ചിൻ്റെ പേരെന്തേലും എന്താ പേര് പറ, പേര് മറക്കല്ല. ഓക്കെ പറ, സമയമുണ്ട്. ഏകദേശം നമ്മളെല്ലാ മദാമ്മമാരും പിന്നെ നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ ഇരിക്കുന്ന സ്ഥലം. നമ്മൾ പ്രതീക്ഷിച്ച ആ വ്യൂ ഒന്നും കിട്ടിയില്ല, അത് ഉദ്ദേശിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ബീച്ച് കുഴപ്പമില്ല, ഉച്ചക്ക് വന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബട്ട് ദ വ്യൂ ഈസ് റിയലി അമേസിങ്. ഐ തിങ്ക് വൈകുന്നേരം വന്നാൽ ഈ ഒരു പൊള്ളി ആംബിയൻസിൽ നമുക്ക് അവിടെ കിടന്നിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കാണുന്ന സെറ്റപ്പില്ലേ, ഇതിന് 200 രൂപ ഒരു മണിക്കൂറത്തേക്ക്. എന്തായാലും നല്ല കച്ചവടമൊക്കെ ഇവർക്ക്. എന്നാലും വെറുതെ ദിവസം റെസ്റ്റ് ചെയ്യാൻ ഈ പരിപാടി അടിപൊളിയാണ്. ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ദാഹമൊക്കെ മാറ്റി, തേഴ്സ്റ്റൊക്കെ മാറ്റി, ഹങ്കറും മാറ്റി നമ്മൾ നേരെ അടുത്ത ബീച്ചിലേക്ക് സ്പോട്ടിൽ പോവാം. ഇന്ന് ഫുൾ ബീച്ചിൽ നിന്ന് ഇറങ്ങല. മെയിൻ ഉദ്ദേശം മദാമ്മേനെ കാണാനില്ലാന്ന്. അപ്പോൾ ബീച്ചിൻ്റെ വ്യൂ അതെല്ലാം കാണാൻ പോവാം. അപ്പോൾ നെക്സ്റ്റ് ബീച്ച് ഞാൻ പറഞ്ഞുതരാം. എന്നാലും നമുക്ക് ബീച്ചിൻ്റെ കാഴ്ച. സോ ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് പോവാം. നമ്മളേതാ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും. സോ നേരെ ബ്രോ, ഈ ബീച്ചിൻ്റെ പേരെന്നാ കാരാങ്കോട്ടം ബീച്ച്. വിചാരിച്ച പോലും ഒന്നുമല്ലട്ടാ, നമ്മളിവിടെ വന്നാൽ പിന്നീട് സ്ഥിരതാമസാക്കി പോകും. കാരണം എന്താ, കാണേണ്ട ഏകദേശം എല്ലാ കാഴ്ചകളും ഇവിടെ ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ബീച്ചിൻ്റെ വ്യൂ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക കടൽ കാറ്റ്, അങ്ങനെ വേറെ ഒന്നുമല്ലേ. നമ്മളോട് ഒരാളുടെ ഓക്കെ കാര്യം നമ്മളിത് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വൈബിളുള്ള ആളെ തന്നെ തന്നു, മലയാളിയല്ല. അപ്പോൾ നമ്മളെ വൈബിളുള്ള ഒരാളെ തന്നെ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ ഒരു മൂടേ നമ്മൾ പോകും. സോ ബീച്ചിൽ കാണേണ്ട എല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് കടല്, കാറ്റ്, ഇതൊക്കെ ആ ഒരു വൈബ് കണ്ടില്ലേ. അതാ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് സ്ഥിരതാമസാക്കി പോകും. ആ ഒരു അവസ്ഥയിലല്ലട്ടാ. കാരണം ഒരു വെയിലിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സൺഗ്ലാസ് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്നതേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ വൈബ്. ഗോവൻ എക്സ്പീരിയൻസ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരിക്കലെങ്കിലും ലൈഫിൽ. അതാണ് മക്കളെ റിയൽ എൻജോയ്. ഇനി നമ്മൾ ഗോവയിലെ മെയിൻ കറങ്ങി കളിക്കുന്ന ബീച്ച് ഡെസ്റ്റിനേഷനായ ബാഗ ബീച്ച്, അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഇനി ബാഗ ബീച്ചിൽ നമ്മൾ മെയിൻ വിചാരിച്ചിരിക്കുന്ന പരിപാടികളിലെ വിച്ച് മീൻസ് നമ്മുടെ മെയിൻ മദാമ. അപ്പം മദാമേൻ്റെ ഫുൾ ടീംസും ഏകദേശം എല്ലാ സെറ്റപ്പുള്ള ഇവിടെയാണ്. അപ്പം ഇനി ഇവിടുന്ന് ചുറ്റി കണ്ടിട്ട് വരാം എന്തുണ്ട് ഇവിടുത്തെ അവസ്ഥയും കൂടി. നമുക്കിങ്ങനെ വന്നു ഓരോന്ന് എണ്ണി നോക്കണ്ടേ. അപ്പം എന്നാൽ അടുത്ത ഇതിന് കാണിച്ചു തരാം. ബീച്ചിലെ വൈബ് ഒന്നും പറയാനില്ല മക്കളെ, നല്ല അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. എല്ലാം കണ്ട് കാഴ്ചന്നുകൊണ്ട് തന്നെ ആസ്വദിക്കുക. ആ കാറ്റും ചൂടും അതിൻ്റെ ഇടയ്ക്ക് കാണുന്ന പല കാഴ്ചകളും നമ്മളെ ഭയങ്കര ഏതോ ലോകത്തേക്ക് എത്തിക്കോട്ടെ. വീടുകൊണ്ട് നമ്മൾ ഫിഷ് പാലേക്ക് പോകുമ്പോൾ കാലൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാ. നമ്മൾ 4 ആളുണ്ട്, 4 ആളും കൂടി ഭാഗ്യം ചെയ്ത് 300 രൂപയ്ക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കാലൊന്ന് വൃത്തിയായി കാണാം. ഏകദേശം ബാത്റൂമിൽ പോയിട്ടോ കഴിക്കലില്ല, എടുത്തെനിക്ക് മര്യാദക്ക് കിട്ടട്ടെ. പറഞ്ഞാ എക്സ്പീരിയൻസ് ഞാൻ പേടിച്ചിട്ട് എനിക്കെന്തല്ല അതാണ് എനിക്ക് കളിയാകുന്നുണ്ട്. ഏതാ സുഖം എന്റെ മോനെ. അപ്പം അതിനുശേഷം നേരെ ചായയോടി പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളവിടുന്ന് ഏകദേശം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ടുള്ള സെറ്റായിട്ടാണ്. ഏകദേശം വൈബും കഴിഞ്ഞ് ഇപ്പം നേരെ നമ്മളിന്ന് ഡിന്നറിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ ഹോട്ടലിൻ്റെ ഡിന്നറിൻ്റെ വിശേഷത്തിലേക്കാണ് പോകാൻ പോകുന്നത്. എന്തൊക്കെ ഐറ്റംസ് അല്ലേ നമുക്ക് നോക്കാം. സംതിങ് ലൈക്ക് സ്പെഷ്യൽ സംതിങ് ഉണ്ട്, ഞാനറിയില്ല. ഇവിടെ കറി കാണുന്നുണ്ട്, വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു. ദിസ് ഇസ് റൊട്ടി സംതിങ് ആൻഡ് സം റൈസ്. ഞാൻ കാശ്മീരിലെ കണ്ട ഐറ്റം. ഈ കാണുന്ന നമ്മളെ ഗോവൻ മാർക്കറ്റാണ്. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്, വിചാരിക്കുന്ന പോലെയല്ല. മെയിൻലി എന്താ പറയുക, വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റുള്ള സാധനങ്ങളാണ്. കാണുമ്പോൾ ചിലപ്പോൾ 50 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനമാണെന്ന് വിചാരിക്കും. പക്ഷെ ഒന്നുമല്ല. നമ്മൾ ശരിക്കും വേറെ മാർക്കറ്റുണ്ട്, ചെറിയ ചെറിയ കട കൊടുക്കുന്നത്. അവിടെ ഇവിടെ എല്ലാം ചെറിയ പൈസ ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ നല്ല 1000, 1000, 2000 കൊടുക്കുന്ന സാധനങ്ങളാണ്.
നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തായ്ലാൻഡ് നൈറ്റ്സ് ആണ്. എന്താണല്ലേ ഇതൊരു ഗോവയിലെ തായ്ലാൻഡ് സിറ്റി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മളെ തായ്ലാൻഡ് അതേ പക്കാ രൂപ നമ്മളെ ഗോവയിലൂടെ കിട്ടും. ആ ഒരു വൈബ് മൊത്തം കൊടുത്തിട്ടുണ്ട് ഇവര്. അപ്പൊ അന്നത്തെ തായ്ലൻഡ് യാത്രയുടെ കുറെ അങ്ങ് സൂചിച്ചിട്ട് അപ്പൊ കൂടുതലൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അത് വേറൊരു കാരണം കൊണ്ട്. അപ്പൊ അടുത്ത വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ, പാർട്ട് 2 വ്ളോഗ് എന്തായാലും കാണും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ.